ഹലോ ഗൈസ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നത്. ലൈവ് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് വരാഞ്ഞേ. അപ്പോൾ നമ്മൾ ഒണിയൽ സാബു എവിക്റ്റഡ് ആയിരിക്കുന്നതാണ്. ഉറപ്പായിട്ടും ഒണിയൽ സാബു 100% കൺഫേംഡ് ആണ്. ഒണിയൽ സാബു എവിക്റ്റഡായി. നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുന്നുണ്ടാവും, സോഷ്യൽ മീഡിയ വീഡിയോസിലൊക്കെ വന്നു കഴിഞ്ഞു ഒണിയൽ സാബു എവിക്റ്റഡായെന്ന്. അതുപോലെ തന്നെ നമുക്ക് 100% കൺഫേംഡ് അല്ലാത്ത ഒരു റൂമറും കൂടി വരുന്നുണ്ട്. റൂമറാണോ അത് യാഥാർത്ഥ്യമാണോ റിയൽ ആണോ എന്നൊന്നും നമുക്കറിയത്തില്ല. ജിസേൽ ഔട്ടായിട്ടാണ്. ജിസേൽ പുറത്തേക്ക് പോയി. അതോ ഒന്നിലെ ജിസേൽ പുറത്തേക്ക് പോയതാകോ അല്ലെങ്കിൽ സീക്രട്ട് റൂമിലായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് പുറത്തേക്ക് വരുന്നത്. കാരണം ഇത് ഒരു എവിക്ഷൻ ഫെയർ ആണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഫെയർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അൺഫെയർ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് ഒഫീഷ്യലായുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സൈറ്റ് നമുക്കുണ്ട്. മലയാളം ബിഗ് ബോസ് voting.com എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റാണ്. അതിനകത്ത് പോൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ജിസേലിനൊക്കെ നല്ല വോട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജിസേൽ ഔട്ടാവുന്നത്? വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ജിസേൽ എങ്ങനെയാണ് ഔട്ടാവുന്നത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എന്ന് പറയുന്ന അങ്ങനെ ഔട്ടായിട്ടുണ്ടെങ്കിൽ മേ ബി ഇതായിരിക്കാം കാരണം. ജിസേലുമായിട്ടുള്ള ആരിൻ്റെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ജിസേലിനെ പുറത്താക്കിയത്, അല്ലെങ്കിൽ പുറത്താക്കുന്ന പോലെ എവിക്റ്റ് ചെയ്തതായിരിക്കാം. മേ ബി ആരിൻ്റെ കുടുംബം ഒരു കുറച്ച് ക്യാഷ് ടീമും അതുപോലെ തന്നെ കുറച്ചും കൂടി സ്വാധീനമുള്ള ആൾക്കാരുമാണ്. പിന്നെ ജിസേലിൻ്റെ അമ്മയ്ക്കും ഈ ഒരു ഇതങ്ങോട്ട് ഇഷ്ടപ്പെടാൻ പറ്റിയിട്ടില്ല. പിന്നെ ആരിൻ്റെ അമ്മയും അനിയനും ചേട്ടനും ഒക്കെ വന്ന് നിന്നിട്ട് ഭയങ്കരമായിട്ടില്ല വലിയ സംഭവം പോലെ അവർ വലിയ സംഭവമാണെന്നുള്ളൊരു വൈബ് അമ്മ എന്നുള്ളത് പ്രേക്ഷകരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. അവരും പുറത്ത് കളിക്കുകയാണ്. അവർ ഹിന്ദിക്കാരാണ്, മലയാളീസേ അല്ല. അങ്ങനെയുള്ളൊരു വ്യക്തി നമ്മളെ എന്തിനാണ് എത്രയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മലയാളീസ്. പിന്നെ ആര്യൻ കളിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ആര്യൻ്റെ ചൊറിയേക്കുന്ന ആര്യൻ എപ്പോഴേ പുറത്ത് കൊണ്ടതായിരുന്നു. പിന്നീട് ആര്യൻ അത്രയും നാൾ നിന്നതിന് ശേഷം, കാരണം ആര്യനെ അങ്ങോട്ട് വീക്കായിട്ടുള്ള ആൾക്കാരും വീക്ക് അല്ലാത്ത ആൾക്കാരും ഒക്കെ പുറത്തു പോയി. പക്ഷേ ആര്യൻ അവിടെ നിന്നതുകൊണ്ട് ആര്യൻ ഇപ്പോൾ മാറ്റി പിടിച്ചിരിക്കുകയാണ്, കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. പിന്നെ അതാണ് അനിമോളുടെ ഫാൻസിൻ്റെയൊക്കെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചേട്ടൻ അനിമോളെക്കുറിച്ച് കുറച്ച് അനിമോളുടെ ഫാൻസിന് വേണ്ടിയിട്ടാണ് അനിമോൾ നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാദോരാതെ പറഞ്ഞു. അതുമെല്ലാം ഗെയിമിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വിചാരിക്കാൻ പറ്റൂ. കാരണം പിന്നെ അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യകതയില്ല. അവരവരുടെ ആരും നന്നായിട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ ആരിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഞങ്ങൾ തമ്മിൽ അനുമോളം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, അതെന്താണ് അതൊക്കെ ഗെയിമല്ലേ എന്ന് പറഞ്ഞ് പോകേണ്ടതിന് അതിന് പ്രത്യേകമായിട്ടൊരു ബൈറ്റ് കൊടുക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്കതൊരു ഡ്രാമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ആരിൻ്റെ ഫാമിലി പിന്നെ ആരിൻ്റെ ഫാമിലി ഭയങ്കര വൈബാണ് എന്നുള്ളത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഒരു PR വർക്കിൻ്റെ ഭാഗമാണെന്നും എനിക്ക് പറയേണ്ടി വരും. ഇനിയിപ്പോൾ എന്നെ ചീത്ത വിളിച്ചാലും ശരി, ഞാനത് പറയുക തന്നെ ചെയ്യും. കാരണം ആര്യൻ മലയാളിയല്ല, അച്ഛനും അമ്മയും ഹിന്ദിക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തികൾ ഇവിടെ അങ്ങ് ഭയങ്കര സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ കുറേ ആൾക്കാർ മെനക്കിടുന്നുണ്ട് എന്നെനിക്ക് തോന്നി. പിന്നെ ഒനിയൽ സാബു ഔട്ടായി. ഒനിയൽ സാബുക്ക് ഇപ്പോൾ കളിച്ച് തുടങ്ങിയ ഒരു ആണ്. ആദ്യമൊക്കെ ആയിരുന്നു ഒനിയൽ സാബുക്ക് നേരത്തെ ഔട്ടായി പോകേണ്ടതായിരുന്നു. പക്ഷേ നല്ല നല്ല കണ്ടസ്റ്റന്റുകൾ ഔട്ടായിപ്പോയി. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്ന കണക്ക് ആര്യനും അതിനൊക്കെ ജിസേലും തമ്മിലൊരു വഴക്ക് നടക്കുന്നുണ്ട്. ലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ലക്ഷ്മിയോട് കൂടുതൽ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മിയോട് സംസാരിക്കുന്നത്. ജിസേലിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, പോസസീവ് ആവുന്നു എന്നൊക്കെയാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. എനിവേ എന്തായാലും ജിസേൽ ഔട്ടായില്ലോ 100% കൺഫേംഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമുക്ക് കൺഫേം ആയതിനു ശേഷം അതിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാൻ തന്നെ ജിസേലിൻ്റെ ഡ്രസ്സിംഗ് രീതികളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. 2,30,000 ആൾക്കാരോളം എൻ്റെ വീഡിയോ കണ്ടതാണ്. വളരെ മോശമായിട്ടുള്ള, വളരെ നമുക്ക് മലയാളീസിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു വേഷമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. കാരണം ഞാൻ കുലശ്രീ ഒന്നും അല്ല എങ്കിൽ പോലും നമുക്ക് കുറച്ച് മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം മാറ് മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത നാടാണ് ഇത്. അപ്പം മാറ് തുറന്നിടുക എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. മാറും എല്ലാം ബാക്കും ഫ്രണ്ടും എല്ലാം തുറന്നിടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. പിന്നെ അല്ലാണ്ട് ജിസേൽ കളിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ജിസേൽ അത്യാവശ്യം കളിക്കുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇനാക്റ്റീവ് ആയിരുന്നു. പക്ഷേ ജിസേൽ നല്ല കാലിബറുള്ള ഒരു ഗെയിമർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് അൺഫെയർ എവിക്ഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ജിസേൽ വോട്ടിൻ്റെ കുറവിൽ ഒരിക്കലും എവിക്റ്റ് ആവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ലക്ഷ്മിയുടെ കാര്യം, ഈ ലക്ഷ്മിക്ക് ആവശ്യമില്ലാത്ത എല്ലാത്തിനും പോയി അങ്ങ് ചാടുവാണ്. എന്താണ് ഏതാണെന്നൊന്നും കൃത്യമായിട്ട് അറിയാതെ തന്നെ എന്തിനാണോ എന്തോ ഇങ്ങനെ ചാടുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. വളരെ മോശം ക്യാരക്ടറാണ് അതൊക്കെ. ഇങ്ങനെ ആവശ്യമില്ലാതെ എന്താണ് കൃത്യമെന്ന് അറിയാതെ ഏതെങ്കിലും കണ്ടന്റ് കിട്ടാൻ വേണ്ടി എന്തിനെങ്കിലും പോയി വള്ളി പിടിക്കുക. അതുപോലെ തന്നെ പിന്നീട് ഇന്നലത്തെ കാര്യം എന്തൊരു വൃത്തികെട്ട സംസാരങ്ങളാണ്. ഷാനവാസും മാവ് കുടഞ്ഞു. കാരണം ഷാനവാസിന് ബാത്റൂമിൽ പോകാൻ മുട്ടിയെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, നീ അവിടെ കിടക്കടാ, നീ അവിടെ കിടക്ക്, നീ എന്നോട് ആദ്യം സൂപ്പർ ക്യാപ്റ്റൻ എന്ന് പറയുന്നില്ലെങ്കിൽ തുറക്കത്തില്ലെന്ന് പറഞ്ഞ് പിന്നീട് അതിനുശേഷം സോറി പറയണമെന്നാ. എന്തിനാ ഇതൊക്കെ എന്ത് വിവരക്കേടാണ്? ഇതെന്തോ റൂൾ എഗൻസ്റ്റ് ആണെന്ന് അറിയില്ലേ? അങ്ങനെ ഒരാളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിരസിക്കാൻ പറ്റും? അതുകൊണ്ട് എന്താ ലാസ്റ്റ് ചമ്മി നാറി ചീഞ്ഞഴുകിയില്ലേ? പിന്നെ ഈ അനീഷൊക്കെ പറയുന്ന കണക്ക് ഫാമിലി വന്നതിന് ശേഷം ഒരുപാട് പേർക്ക് വ്യത്യാസമാണ്. ഒരുപാട് ചിലപ്പോൾ അവരുടെ കോൺഫിഡൻസ് കൂടിയതായിരിക്കും. അത് അനിമോൾ പറഞ്ഞിട്ടുണ്ട്, അനിമോളുടെ കോൺഫിഡൻസ് കൂടി. അപ്പോൾ അതിനു മുമ്പ് ഇവർക്കൊന്നും കോൺഫിഡൻസ് കൂടിയില്ല. അതുപോലെ തന്നെ ഈ 60 ദിവസവും
ബാറ്ററി എടുക്കാൻ പോകാൻ ആളില്ലായിരുന്നു, രാവിലെ പാട്ട് പിന്നെ ഡാൻസ് കളിക്കാനൊക്കെ വരാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി. എന്തായാലും അവസാനം വരെ ഇനിയിപ്പോൾ 10-35 ദിവസമല്ലേ ഉള്ളൂ, കണ്ടറിയണം ഇത് എന്ന് വരെ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം. ബൈ.